കേരള കോൺഗ്രസ് പാർട്ടിയുടെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനും പ്രതിപാദനനും ജനകീയനുമായിരുന്ന നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയ ബോധമുള്ള ഏതു കൊച്ചുകുട്ടി പോലും ഒരാലോചനയുമില്ലാതെ കെ.എം. മാണിയുടെ പേരാണ് പറയുക. തൻ്റെ പാർലമെൻ്ററി ജീവിതത്തിലുടനീളം അനേകം റെക്കോർഡുകളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി അരനൂറ്റാണ്ടിലധികം കാലം പാലായുടെ MLA ആയിരുന്ന വ്യക്തിത്വമാണ് കെ.എം. മാണി. ഈ കാലഘട്ടത്തിനിടയിൽ 25ഓളം വർഷങ്ങൾ അദ്ദേഹം മന്ത്രി പദവിയും അലങ്കരിച്ചു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡും കെ.എം. മാണിയുടെ പേരിലാണ്. 13 ബഡ്ജറ്റുകളാണ് കെ.എം. മാണി ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതിൽ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഇന്നേക്ക് 10 വർഷം തികയുകയാണ്. 2015 മാർച്ച് 13-ാം തീയതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു കൊണ്ടാണ് മാണി തൻ്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബാർക്കോഴ അഴിമതി ആരോപണം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ കെ.എം. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ നിയമസഭയിലെത്തുന്നത് തടയുവാനായി അന്ന് പ്രതിപക്ഷമായിരുന്ന ഇടതുമുന്നണിയുടെ അംഗങ്ങൾ, പ്രത്യേകിച്ച് CPM-ൻ്റെ അംഗങ്ങൾ തലേ ദിവസം അന്തിയുറങ്ങിയത് നിയമസഭാ ഹാളിനുള്ളിലായിരുന്നു. എന്നാൽ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അംഗങ്ങളുടെ കണ്ണുവെട്ടിച്ച് അതിവിദഗ്ധമായി UDF അംഗങ്ങൾ കെ.എം. മാണിയെ നിയമസഭയിലെത്തിച്ചു. മാണിയുടെ ബഡ്ജറ്റ് അവതരണം തടയുന്നതിന് ഇടതുപക്ഷം പരമാവധി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തത് അന്നത്തെ യുവ കോൺഗ്രസ് UDF MLA-മാരായിരുന്നു. ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് UDF-ൻ്റെ സമുന്നതരായ നേതാക്കളായ P.K. കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും എല്ലാം കളത്തിലുണ്ടായിരുന്നു. എന്നാൽ മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച് പൂർത്തിയാക്കിയതോടെ സമനില തെറ്റിയ പ്രതിപക്ഷം പിന്നീട് കാഴ്ചവെച്ചത് കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യമായ ഒരു പ്രകടനത്തിനായിരുന്നു. നിയമസഭ തല്ലി തകർത്ത അവർ സ്പീക്കറുടെ ഡയസിൽ കയറി ഡയസും മൈക്കും തകർക്കുകയും സ്പീക്കറുടെ കസേര എടുത്തെറിയുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ കുറ്റാരോപിതരായവർ ഇടതുമുന്നണിയുടെയും CPM-ൻ്റെയും പ്രമുഖ നേതാക്കളാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണിയുടെ കൺവീനറും മുൻ വ്യവസായ മന്ത്രിയുമായ EP ജയരാജൻ, മുൻ മന്ത്രി KT ജലീൽ എന്നീ പ്രമുഖരായിരുന്നു നിയമസഭയ്ക്കുള്ളിൽ താണ്ഡവമാടിയത്. മാണിയെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ CPM-ഉം ഇടതുമുന്നണിയും വേട്ടയാടിയ അതിക്രമങ്ങൾക്ക് 10 വയസ്സു തികയുമ്പോൾ ഏറെ കൗതുകങ്ങളും ഇന്ന് കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഇന്ന് കെ.എം. മാണിയുടെ മകനും കെ.എം. മാണിയുടെ വിശ്വസ്തരായിരുന്ന റോഷി അഗസ്റ്റിനും N. ജയരാജുമെല്ലാം മാണിയെ വേട്ടയാടിയ ഇടതുപക്ഷത്തിനൊപ്പമാണ്. മാണിക്ക് സംരക്ഷണമൊരുക്കിയ UDF-ആണ് അവരുടെ പ്രഖ്യാപിത ശത്രു. മാണിയെ ഏറ്റവും അധികം സംരക്ഷിച്ചു പിടിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ മരണം വരെ കേരള കോൺഗ്രസ് സൈബർ അണികളുടെ ഹിറ്റ് ലിസ്റ്റിലെ 1-ാം പേരുകാരനായിരുന്നു. നിയമസഭയിൽ മാണിക്കെതിരെ ഉണ്ടായ കടന്നാക്രമണം സ്വാഭാവിക പ്രതികരണമാണ് എന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് സുപ്രീം കോടതി വരെ പ്രതികളെ രക്ഷിക്കുവാൻ അപ്പീലിന് പോയ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇന്ന് ജോസ് കെ. മാണി. ഇങ്ങനെ രാഷ്ട്രീയ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാണിയെ വേട്ടയാടിയത് ആരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ, മാണിയെ സംരക്ഷിച്ചത് ആരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ, മാണിയുടെ മകനും മാണിയുടെ മകൻ്റെ പാർട്ടിയും ഇന്ന് ആർക്കൊപ്പമാണ് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.